എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ആനുകാലികവുമായി ബന്ധപ്പെട്ട് കേരള ലിറ്ററേച്ചർ അവാർഡാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾ മൊത്തമായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രമിക്കുക. ഓക്കെ, അതേപോലെ ഇനി നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഏതാണ് വേണ്ടത്, അതേപോലെ ഈ ഒരു ആനുകാലികം വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണോ എന്നുള്ളതും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് LD ആവുമ്പോഴേക്കും മൊത്തം കറണ്ട് അഫയേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാം. ഒരു സീരീസ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, അത് കംപ്ലീറ്റ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ജീവിതം ഒരു പെണ്ടുലം എന്നത് ആരുടെ ആത്മകഥയാണ്? ഓക്കെ, ജീവിതം ഒരു പെണ്ടുലം എന്നത് ആരുടെ ആത്മകഥയാണ്? നമുക്കറിയാം ഈ ഒരു ആത്മകഥ ഒത്തിരി അധികം നമ്മൾ എന്ത് ചെയ്താണ് കേട്ടിരിക്കുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 47ാമത് വയലാർ പുരസ്കാരം നേടിയത് ഏത് കൃതിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവിതം ഒരു പെണ്ടുലം എന്ന് പറയുന്ന ആത്മകഥയ്ക്കാണ് എന്ത് ചെയ്തത് 47ാമത് വയലാർ പുരസ്കാരം 2023 ലഭിച്ചത്. അപ്പോൾ 2023 വയലാർ അവാർഡ് നേടിയ കൃതി താഴെ പറയുന്നവയിൽ ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും എന്ത് തന്നെയാണ്? ജീവിതം ഒരു പെണ്ടുലം എന്ന് പറയുന്ന ആത്മകഥയ്ക്കാണ് എന്ത് കിട്ടിയത്? 47ാമത് വയലാർ പുരസ്കാരം കിട്ടിയത്. കാരണം ഇനിയുള്ള എക്സാമുകളിലൊക്കെ നമുക്ക് ചോദിക്കുന്നത് വയലാർ അവാർഡ് കിട്ടിയത് താഴെ പറയുന്നവയിൽ ഏത് കൃതിക്കാണ്, എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ എപ്പോഴും ഇപ്പോൾ PSC ചോദിക്കുന്നത് 47ാമത്തെ വയലാർ അവാർഡ്, 46ാമത്തെ വയലാർ അവാർഡ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. 47ാമത്തെ വയലാർ പുരസ്കാരമാണ് 2023 എന്ത് ചെയ്ത് കൊടുത്തത്. അത് ആർക്കാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകുമാരൻ തമ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ശ്രീകുമാരൻ തമ്പിക്കാണ് 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് 2023. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ജീവിതം ഒരു പെണ്ടുലം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതം ഒരു പെണ്ടുലം എന്ന് പറയുന്നത് ആരുടെ കൃതിയാ? ശ്രീകുമാരൻ തമ്പിയുടെ കൃതിയാണ്. ഇത് എന്താണ്? ആത്മകഥാപരമായിട്ടുള്ള കൃതിയാണ് എന്തെന്ന് പറയുന്നത്, ജീവിതം ഒരു പെണ്ടുലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് ഈ വയലാർ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് എന്ത് പുരസ്കാരം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ അത്രയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടി പഠിക്കാം. അതായത് 46ാമത് വയലാർ പുരസ്കാരം 2022 നേടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് S ഹരീഷിനാണ്. ഓക്കെ, അപ്പോൾ 46ാമത് വയലാർ പുരസ്കാരം 2022 അത് നേടിയത് S ഹരീഷാണ്. അദ്ദേഹത്തിൻ്റെ നോവല് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവലായിരുന്നു മീശ എന്ന് പറയുന്ന. അപ്പോൾ മീശ എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും എപ്പോഴും PSC എക്സാമുകളിലൊക്കെ കാണാറുണ്ട്. ഒന്നാമത്തെ കൃതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 17 എന്ന് പറയുന്നത് അപ്പൻ, ആദം, ചരിത്രം, രസവിദ്യയുടെ ചരിത്രം. ഓക്കെ, അതായത് S ഹരീഷിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് രസവിദ്യയുടെ ചരിത്രം, അതേപോലെ തന്നെ ആദം, അപ്പൻ, അതേപോലെ ഓഗസ്റ്റ് 17. ഇതാണ് S ഹരീഷിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. രസവിദ്യയുടെ ചരിത്രം, ആദം, അപ്പൻ, ഓഗസ്റ്റ് 17. അപ്പോൾ വയലാർ അവാർഡുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതായത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. 47ാമത് വയലാർ പുരസ്കാരം 2023 നേടിയ കൃതിയാണ് എന്തെന്ന് പറയുന്നത്, ജീവിതം ഒരു പെണ്ടുലം എന്ന് പറയുന്നത്. ഈ കൃതി ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകുമാരൻ തമ്പിയുടെ കൃതിയാണ് എന്ത്, ജീവിതം ഒരു പെണ്ടുലം. ഈ വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചാൽ 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത്. 46ാമത് വയലാർ അവാർഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S ഹരീഷിനാണ് 46ാമത് വയലാർ അവാർഡ്. മീശ എന്ന നോവലിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. S ഹരീഷിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ രസവിദ്യയുടെ ചരിത്രം, ആദം, അപ്പൻ, ഓഗസ്റ്റ് 17 ഇവയൊക്കെയാണ് S ഹരീഷിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു ഈ ഒരു പോയിന്റും. അതേപോലെ തന്നെ വയലാർ അവാർഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, പടിഞ്ഞാറൻ കാവ്യമീമാംസ
ആരുടെ രചനയാണ്? വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രചനയാണ് പടിഞ്ഞാറൻ കാവ്യമീമാംസ. ആരുടെ രചനയാണ്? ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, അതേപോലെ പടിഞ്ഞാറൻ കാവ്യമീമാംസ, നമ്മൾ നടന്ന വഴികൾ, സാഹിത്യ സംവാദങ്ങൾ, കാലം സാക്ഷി. ഇതൊക്കെ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ SK വസന്തന്റെ കൃതിയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പടിഞ്ഞാറൻ കാവ്യമീമാംസ, കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, സാഹിത്യ സംവാദങ്ങൾ, കാലം സാക്ഷി. ഇതൊക്കെ ആരുടെ കൃതിയാ? ഡോക്ടർ SK വസന്തൻ. ഡോക്ടർ SK വസന്തന്റെ കൃതിയാണ് ഈ പറയുന്ന പടിഞ്ഞാറൻ കാവ്യമീമാംസ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് അപ്പോൾ ഈ SK വസന്തൻ എന്ന് പറയുന്നത്. SK വസന്തൻ എന്ന് പറയുന്നത് 2023 എന്ത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ആരെന്ന് പറയുന്നത്, ഡോക്ടർ SK വസന്തൻ. ഓക്കെ, അപ്പോൾ 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ SK വസന്തനാണ്. ഓക്കെ, ഇനി 2022 ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സേതുവിനാണ് കിട്ടിയത്. 2021 P വത്സലയ്ക്കാണ്. 2020 പോൾ സക്കറിയയ്ക്കാണ്. അതായത് സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എന്ത്, എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. ആദ്യ ജേതാവാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. നമുക്കറിയാം 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. ഈ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയാണ് കേട്ടോ. അപ്പോൾ 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. 5 ലക്ഷം രൂപ. ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള. അതായത് കേരള സർക്കാർ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, പടിഞ്ഞാറൻ കാവ്യമീമാംസ ആരുടെ രചനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? ഡോക്ടർ SK വസന്തന്റെ രചനയാണ് എന്ത്, പടിഞ്ഞാറൻ കാവ്യമീമാംസ. മറ്റൊരു കൃതിയാണ് എന്ത്, കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, കാവ്യമീമാംസ, സാഹിത്യ സംവാദങ്ങൾ, കാലം സാക്ഷി. ഇതെല്ലാം ആരുടെ കൃതിയാണ്? ഡോക്ടർ SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ഡോക്ടർ SK വസന്തൻ എന്ന് പറയുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ്? 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ്റെ കുറേ കൃതികൾ നമുക്ക് അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിക്ക് മുന്നേ കുറേ അവാർഡുകൾ വാരിക്കൂട്ടിയ ആളാണ് ആരെന്ന് പറയുന്നത്, സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്നത്. 2020 പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകുമാരൻ തമ്പിക്കാണ്. 2019 സന്തോഷ് എച്ചിക്കാനം. പത്മപ്രഭ അവാർഡ് ആദ്യമായി നേടിയതാരാന്ന് ചോദിച്ചാൽ പുതൂർ ഉണ്ണികൃഷ്ണനാണ്. ഓക്കെ, അപ്പോൾ പത്മപ്രഭ അവാർഡ് ആദ്യമായി നേടിയത് പുതൂർ ഉണ്ണികൃഷ്ണനാണ്. പത്മപ്രഭ അവാർഡിന്റെ സമ്മാന തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75,000 രൂപയാണ് പത്മപ്രഭ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. 75,000 രൂപയാണ് പത്മപ്രഭ പുരസ്കാരത്തിന്റെ സമ്മാന തുക. അപ്പോൾ 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സുഭാഷ് ചന്ദ്രൻ. അപ്പോൾ സുഭാഷ് ചന്ദ്രനാണ് 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ്. 2020 ശ്രീകുമാരൻ തമ്പി. 2019 സന്തോഷ് എച്ചിക്കാനം. പത്മപ്രഭ അവാർഡ് ആദ്യമായി നേടിയതാരാന്ന് ചോദിച്ചാൽ പുതൂർ ഉണ്ണികൃഷ്ണനും. പത്മപ്രഭ അവാർഡിന്റെ സമ്മാന തുക എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 75,000 രൂപയാണ്. 75,000 രൂപ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ONV സാഹിത്യ പുരസ്കാരം 2023 നേടിയത് ആരാണ്? ONV സാഹിത്യ പുരസ്കാരം 2023
ONV സാഹിത്യ പുരസ്കാരം 2023 ജേതാവാണ് സി രാധാകൃഷ്ണൻ. ഓക്കെ, അപ്പോൾ ONV സാഹിത്യ പുരസ്കാരം 2023 നേടിയത് ആരാണ്? സി രാധാകൃഷ്ണനാണ്. സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയാണ്. ONV കൾച്ചറൽ അക്കാദമിയാണ് പുരസ്കാരം നൽകുന്നത്. സി രാധാകൃഷ്ണന്റെ പ്രധാന കൃതികൾ നമുക്ക് എല്ലാം തന്നെ അറിയാം. കാരണം കുറെ അവാർഡുകളൊക്കെ കഴിഞ്ഞ വർഷങ്ങളും അതിന് മുന്നേയൊക്കെ ആയിട്ടും വാങ്ങിയ കൃതികൾ തന്നെയാണ് ഇവയെല്ലാം. അതായത് തീക്കടൽ കടഞ്ഞ തിരുമധുരം, തീക്കടൽ കടഞ്ഞ തിരുമധുരം, ഇനിയൊരു നിറകൺചിരി, മുമ്പേ പറക്കുന്ന പക്ഷികൾ, സ്പന്ദമാപിനികളെ നന്ദി, അതേപോലെ തന്നെ കാലം കാത്തുവെക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീ രാധാകൃഷ്ണന്റെ പ്രധാന കൃതികൾ, അതായത് ONV സാഹിത്യ പുരസ്കാരം 2023 നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സി രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. സി രാധാകൃഷ്ണന്റെ പ്രധാന കൃതികളാണ് തീക്കടൽ കടഞ്ഞ തിരുമധുരം, ഒത്തിരി തവണ ചോദിച്ചേക്കണുണ്ടോ, തീക്കടൽ കടഞ്ഞ തിരുമധുരം, ഇനിയൊരു നിറകൺചിരി, മുമ്പേ പറക്കുന്ന പക്ഷികൾ, സ്പന്ദമാപിനികളെ നന്ദി, കാലം കാത്തുവെക്കുന്നത്. ഓക്കെ, 2023 ONV യുവ സാഹിത്യ പുരസ്കാരം 2023 അർഹരായവർ നീതു സി സുബ്രഹ്മണ്യനും രാഖി ആർ ആചാര്യയുമാണ്. ഓക്കെ, അപ്പോൾ 2023 ONV യുവ സാഹിത്യ പുരസ്കാരം 2023 അർഹരായവരാണ് നീതു സി സുബ്രഹ്മണ്യനും അതേപോലെ തന്നെ രാഖി ആർ ആചാര്യയുമാണ്. ഓക്കെ, നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? അതായത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 3 ലക്ഷം രൂപയാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. 3 ലക്ഷം രൂപയാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക, 3 ലക്ഷം രൂപ. ആദ്യ ജേതാവ് നമുക്കറിയാം, തിക്കോടിയനാണ്. 2002 തിക്കോടിയന് ആദ്യമായിട്ട് എന്ത് കിട്ടിയത്? മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കിട്ടിയത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സക്കറിയാണ്, സക്കറിയ. ഓക്കെ, 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സക്കറിയ. 2022 സേതുവും 2020 കെ സച്ചിദാനന്ദനുമാണ്. നമുക്കറിയാം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 ആരാണ്? സക്കറിയ. 2022 സേതുവാണ്. 2020 കെ സച്ചിദാനന്ദനാണ്. ആദ്യ ജേതാവ് തിക്കൊടിയനാണ് 2022. സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 3 ലക്ഷം രൂപ. 5 പോയിന്റ്സ് ആണ് നമ്മൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരവുമായി നമ്മൾ പഠിച്ചത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ആരുടെ കവിതയാണ് മാംസ ഫോജി? ഓക്കെ, അപ്പോൾ ആരുടെ കവിതയാണ് എന്ത് മാംസ ഫോജി എന്ന് പറയുന്നത്? നമുക്കറിയാം 53ാമത് ഓടക്കുഴൽ അവാർഡ് പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിച്ചാൽ PN ഗോപികൃഷ്ണനാണ്. 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് 2023 ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ കൃതി അല്ലെങ്കിൽ കവിതയാണ് മാംസ ഫോജി ആണ്. മാംസ ഫോജി ആണ് എന്നതാണ് അദ്ദേഹത്തിന്റെ കൃതി എന്ന് പറയുന്നത്. അപ്പോൾ കവിത മാംസ ഫോജിയാണ് എന്നതാണ് കേട്ടോ, കവിത മാംസ ഫോജിയാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ കൃതി എന്ന് പറയുന്നത്. അപ്പോൾ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. കൃതി ഏതാന്ന് ചോദിച്ചാൽ കവിത മാംസമി ഫോജി. ഓക്കെ, അപ്പോൾ അത് ആ ക്വസ്റ്റ്യനിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്. ആരുടെ കവിതയാണെന്നല്ല, ആരുടെ കൃതിയാണ് എന്ത്, അതായത് കവിത മാംസമി ഫോജി. ഓക്കെ, ആരുടെ കൃതിയാണ് കവിത മാംസമി ഫോജിയാണ് എന്നതാണ് കേട്ടോ, അല്ലാതെ കവിതയല്ല. ആരുടെ കൃതിയാണ് കവിത മാംസമി ഫോജി എന്നതാണ് 6ാമത്തെ ചോദ്യം. അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരമാണ് PN ഗോപികൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് ആരെന്ന് പറയുന്നത്? PN ഗോപികൃഷ്ണൻ. അപ്പോൾ ഗോപികൃഷ്ണനാണ് 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് 2023. കൃതിയാണ് കവിത മാംസ ഫോജിയാണ്, കവിത മാംസ ഫോജിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ആ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഇതാണ് ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ആരുടെ കൃതിയാണ് കവിത മാംസ ഫോജിയാണ് എന്നതെന്നാണ് നമ്മുടെ ആ ഒരു ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് PN ഗോപികൃഷ്ണൻ. എന്തായിരുന്നു? 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് PN ഗോപികൃഷ്ണൻ. 52ാമത് ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് അംബികാസുധൻ മങ്ങാടാണ്. കൃതി പ്രാണവായു. ഓക്കെ, അപ്പോൾ 52ാമത്
2022 അംബികാസുധൻ മങ്ങാടാണ് കൃതി പ്രാണവായു. അപ്പോൾ 52ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 52ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിച്ചാൽ അംബികാസുധൻ മങ്ങാടാണ്. ഇനി 51ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാ ചോദിച്ചാൽ സാറാ ജോസഫാണ്. കൃതി ബുധിനിയാണ്, ബുധിനി. ഓക്കെ, അപ്പോൾ 51ാമത് അതായത് 2021 ആർക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാറാ ജോസഫിനാണ്. സാറാ ജോസഫിന്റെ കൃതിയാണ് എന്ത് ബുധിനി എന്ന് പറയുന്നത്. ബുധിനി എന്ന് പറയുന്ന കൃതിക്കാണ്. ഓടക്കുഴൽ പുരസ്കാര ജേതാക്കൾക്ക് ലഭിക്കുന്ന സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 30,000 രൂപയാണ് ഓടക്കുഴൽ സമ്മാന പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടുന്ന ആളുകൾക്ക് സമ്മാനത്തുക ലഭിക്കുന്നത് 30,000 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് 2023 ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ്. ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്ക് ആണ്. ആരുടെ കൃതിയാണ്? കവിത മാംസഭോജിയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. 52ാമതാണെങ്കിൽ 2022 അംബികാസുധൻ മങ്ങാടാണ്. കൃതി പ്രാണവായു. 51ാമത് 2021 സാറാ ജോസഫ്. കൃതി ബുധിനിയാണ്. ഇതിന് അതായത് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30,000 രൂപയാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2022 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2022 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അതായത് ചിത്രശില്പകലാ രംഗത്ത് മികച്ച സംഭാവനകൾക്ക് നൽകുന്നവർക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. നമുക്കറിയാം രാജാ രവിവർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെയും ഒത്തിരി പെയിൻറ്റിങ്ങുകൾ ഉണ്ട്. അപ്പോൾ അത് ഒക്കെ നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അത്രത്തോളം അതായത് ചിത്രശില്പകലാ രംഗത്ത് ഏറ്റവും കൂടുതൽ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ആരുടെ കാലഘട്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാ രവിവർമ്മയുടെ കാലഘട്ടമാണ്. അപ്പോൾ ചിത്രശില്പകലാ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്നവർക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. രാജാ രവിവർമ്മ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജാ രവിവർമ്മ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 രാജാ രവിവർമ്മ പുരസ്കാരം കൊടുത്തത്. അത് സുരേന്ദ്രൻ നായർക്കാണ്. ഓക്കെ, അപ്പോൾ സുരേന്ദ്രൻ നായരാണ് 2022 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത്. സുരേന്ദ്രൻ നായർ. 2019 BD ദത്തനാണ്. 2018 പാരീസ് വിശ്വനാഥൻ. രാജാ രവിവർമ്മ പുരസ്കാരം എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. അതായത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ തുകയുടെ അത്രയും തന്നെ വരുന്ന പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. 3 ലക്ഷം രൂപ. രാജാ രവിവർമ്മ പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തി 2001 KG സുബ്രഹ്മണ്യത്തിനാണ് ആദ്യമായിട്ട് രാജാ രവിവർമ്മ പുരസ്കാരം ലഭിക്കുന്നത്. ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്? ചിത്രശില്പകലാ രംഗത്തെ മികച്ച സംഭാവനകൾ നൽകുന്നവർക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. അപ്പോൾ രാജാ രവിവർമ്മ പുരസ്കാരം 2022 നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുരേന്ദ്രൻ നായരാണ്. 2019 BD ദത്തൻ. 2018 പാരീസ് വിശ്വനാഥൻ. രാജാ രവിവർമ്മ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 3 ലക്ഷം രൂപയാണ്. ആദ്യം കിട്ടിയത് 2001 KG സുബ്രഹ്മണ്യനാണ്. KG സുബ്രഹ്മണ്യൻ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അതായത് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം എന്ന് പറയുന്നത്. നമുക്കറിയാം അത് ഒത്തിരി തവണ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹരിവരാസനം പുരസ്കാരം 2024 ലഭിച്ച ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സന്യാസിനെ പോലെയൊക്കെ ഇരിക്കുന്ന ഒരാളായിരുന്നു. വീരമണി ദാസൻ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയത് വീരമണി ദാസനാണ്. 2023 ഹരിവരാസനം പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. 2022 ആലപ്പി രംഗനാഥാണ്.
ഈ സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിവരാസനം പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. അപ്പൊ 1 ലക്ഷം രൂപയാണ് ഹരിവരാസനം പുരസ്കാരം നേടുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന സമ്മാനത്തുക. 1 ലക്ഷം രൂപയാണ്. 2024 ഹരിവരാസനം വീരമണിദാസൻ, 2023 ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ശ്രീകുമാരൻ നമ്പിയാണ്. 2022 ആലപ്പി രംഗനാഥ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അത് നമുക്ക് സ്വരാജ് ട്രോഫിയിലേക്ക് പോകാം. PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സ്വരാജ് ട്രോഫി അവാർഡ് 2022-23 ഒക്കെ. അപ്പോൾ മികച്ച പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ അങ്ങനെ കിടക്കുകയാണ് ഈ പറയുന്ന സ്വരാജ് ട്രോഫി 2022-23. മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ് ലഭിച്ചത്. അപ്പോൾ സ്വരാജ് ട്രോഫി 2022-23 പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്ത് 1ാം സ്ഥാനം തിരുവനന്തപുരം, 2ാം സ്ഥാനം നേടിയത് കൊല്ലമാണ്. ഓക്കെ, അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്ത് 1ാം സ്ഥാനം തിരുവനന്തപുരം, 2ാം സ്ഥാനം കൊല്ലം. സമ്മാനത്തുക 1ാം സ്ഥാനത്തിന് 50 ലക്ഷം രൂപയാണ് കേട്ടോ. അപ്പോൾ 50 ലക്ഷം രൂപ, അതായത് 1/2 കോടി രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സ്വരാജ് ട്രോഫി ജില്ലാ പഞ്ചായത്ത് മികച്ച ജില്ലാ പഞ്ചായത്തിന് 50 ലക്ഷം, 2ാം സ്ഥാനത്തിന് 40 ലക്ഷം കൊല്ലത്തിനാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ 1ാം സ്ഥാനം തിരുവനന്തപുരവും 2ാം സ്ഥാനം കൊല്ലവുമാണ്. ഇനി സ്വരാജ് ട്രോഫി 2022-23 മികച്ച പഞ്ചായത്ത് 1ാം സ്ഥാനം നീലേശ്വരം കാസർഗോഡുള്ള, 2ാമത് പെരുമ്പടപ്പ് മലപ്പുറം, 3ാമത്തെ വൈക്കം കോട്ടയം. 2ഉം 3ഉം സ്ഥാനങ്ങളില്ല. സമ്മാനത്തുക 40 ലക്ഷം വീതമാണ്. ഓക്കെ, അപ്പോൾ 2ഉം 3ഉം സ്ഥാനങ്ങളില്ല. സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 ലക്ഷം രൂപയാണ്. 1ാം സ്ഥാനം കിട്ടിയ നീലേശ്വരം കാസർഗോഡിന് എന്ത് ചെയ്യുന്നുണ്ട്? ആ പൈസ കിട്ടും. ഓക്കെ, ഇനി സ്വരാജ് ട്രോഫി 2022-23 മികച്ച ഗ്രാമപഞ്ചായത്ത്. ഇപ്പോൾ പഞ്ചായത്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലേശ്വരം, ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം, കൊല്ലം. ആദ്യം തിരുവനന്തപുരമാണ് 1ാം സ്ഥാനം, 2ാം സ്ഥാനം കൊല്ലം. സമ്മാനത്തുക 50 ലക്ഷം തിരുവനന്തപുരത്തിന് കിട്ടി. 2ാം സ്ഥാനം കൊല്ലം, 40 ലക്ഷം രൂപ കിട്ടി. ഇനി മികച്ച സ്വരാജ് ട്രോഫി നേടിയ മികച്ച പഞ്ചായത്ത് നീലേശ്വരമാണ് കാസർഗോഡ്. ഇനി ഗ്രാമപഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പറമ്പ, കാസർഗോഡുള്ള വലിയ പറമ്പയാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് സ്വരാജ് ട്രോഫി. അത് 2ാമത് മുട്ടാർ ആലപ്പുഴയും, 3ാം സ്ഥാനം മരങ്ങാട്ടുപള്ളി കോട്ടയവുമാണ്. സമ്മാനത്തുക 1ാം സ്ഥാനം 50 ലക്ഷം, 2ാം സ്ഥാനം 40 ലക്ഷം, 3ാം സ്ഥാനം 30 ലക്ഷം. അപ്പോൾ 1ഉം 2ഉം 3ഉം മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്ക് സ്വരാജ് ട്രോഫി ലഭിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. 1ാമത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് എന്നറിയപ്പെടുന്ന 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ആരാ ചോദിച്ചാൽ വലിയ പറമ്പ കാസർഗോഡ്, 2ാം സ്ഥാനം മുട്ടാറാണ്, 3ാം സ്ഥാനം മരങ്ങാട്ടുപള്ളി കോട്ടയം. അപ്പോൾ ആ 3 എണ്ണത്തിനും എന്ത് കിട്ടേണ്ട? സമ്മാനത്തുക കിട്ടേണ്ട. 1ാം സ്ഥാനം വലിയ പറമ്പ 50 ലക്ഷം, 2ാം സ്ഥാനം എന്ന് പറയുന്നത് ആർക്കാണ് കിട്ടിയത്? മുട്ടാർ ആലപ്പുഴ, 3ാം സ്ഥാനമാണ് മരങ്ങാട്ടുപള്ളി കോട്ടയം. ഇനി സ്വരാജ് ട്രോഫി 2022-23 മികച്ച മുനിസിപ്പാലിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ 1ാം സ്ഥാനം ഗുരുവായൂർ തൃശ്ശൂരാണ്, 2ാം സ്ഥാനം വടക്കാഞ്ചേരി തൃശ്ശൂർ, 3ാം സ്ഥാനം ആന്തൂർ കണ്ണൂർ. ഓക്കെ, അപ്പോൾ സമ്മാനത്തുക ഇതേപോലെ തന്നെയാണ്. 50 ലക്ഷം, 40 ലക്ഷം, 30 ലക്ഷം. 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഗുരുവായൂർ തൃശ്ശൂരാണ്, 50 ലക്ഷം കിട്ടി. 2ാം സ്ഥാനം മുനിസിപ്പാലിറ്റിക്ക് വടക്കാഞ്ചേരി തൃശ്ശൂർ തന്നെ. ഇനി 3ാം സ്ഥാനം ആന്തൂർ കണ്ണൂരാണ്, 30 ലക്ഷം രൂപയായിട്ട് അവർക്ക് കിട്ടിയത്. ഓക്കെ, ഇനി സ്വരാജ് ട്രോഫി മികച്ച ഏറ്റവും നല്ല മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ 1ാം സ്ഥാനം കിട്ടിയത് തിരുവനന്തപുരത്തിനാണ്. മികച്ച മുനിസിപ്പാലിറ്റി സ്വരാജ് ട്രോഫി 2022-23 1ാം സ്ഥാനം തിരുവനന്തപുരം. എത്ര ലക്ഷം? 50 ലക്ഷം രൂപയാണ് കിട്ടിയത്. എത്രയാണ്? 50 ലക്ഷം രൂപ. ഇനി 2024 ജ്ഞാനപ്പാന. ഓക്കെ, അപ്പോൾ 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ചിലപ്പോൾ PSC എക്സാമുകളിലൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട് ഈ ജ്ഞാനപ്പാന പുരസ്കാരമൊക്കെ. അതേപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ് ജ്ഞാനപ്പാന. അതേപോലെ തന്നെ കടമ്മനിട്ട രാമകൃഷ്ണൻ, അതേപോലെ തന്നെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് നേടിയത്. പിന്നെ ചോദിക്കുന്നതാണ് ഈ പറയുന്ന ഹരിവരാസനം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം കറണ്ട് അഫയേഴ്സ് 20 മാർക്കായതുകൊണ്ട് എവിടെ നിന്നൊക്കെ ഇട്ടാണ് പഠിക്കണേന്നുള്ളത് ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ റെയർ ഫാക്റ്റും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കും എല്ലാം കൂടി എന്ത് ചെയ്തേക്കുക? ചർച്ച ചെയ്ത് പോയേക്കുക. ഓക്കെ, അപ്പോൾ 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. അപ്പോൾ രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്
2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത്. അപ്പോൾ 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ഗുരുവായൂർ ദേവസ്വമാണ് ശരിക്കും പുരസ്കാരം നൽകുന്നത്. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? അതായത് 50,000 രൂപ ഗുരുവായൂരപ്പൻ്റെ രൂപവും ആലേപനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. ഗുരുവായൂർ ദേവസ്വമാണ് പുരസ്കാരം നൽകുന്നത്. 50,001 രൂപ 50,001 രൂപയും ഗുരുവായൂരപ്പൻ്റെ ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അതാണ് 2024 ജ്ഞാനപ്പാന ആർക്കാന്ന് വെച്ചാൽ രാധാകൃഷ്ണൻ കാക്കശ്ശേരി. നമ്മൾ അതിൻ്റെ കൂടെ പറഞ്ഞാണ് കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം 2024 റഫീഖ് അഹമ്മദാണ്. ഓക്കെ, കടമ്പനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ആണ് അത് ഏർപ്പെടുത്തുന്നത് പുരസ്കാരം. സമ്മാന തുക എന്ന് പറയുന്നത് 55,555, ഫുൾ 5 കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം 2023 അത് പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ 2023 പ്രഭാവർമ്മ, 24 റഫീഖ് അഹമ്മദ്. കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം 2024 റഫീഖ് അഹമ്മദാണ്. അതേപോലെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ദേവിക റേഗ് ആണ്. അത് 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ദേവിക റേഗ്. അത് ക്വാർട്ടർ ലൈഫ് എന്ന നോവൽ, അതാണ് കൃതി എന്ന് പറയുന്നത്. 2023 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ നേടിയത് പെഗ്ഗി മോഹനാണ്. കൃതി വാണ്ടേഴ്സ് കിങ് ആൻഡ് മെർച്ചൻസ് എന്ന് പറയുന്ന കൃതിക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് പഠിക്കാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കാരണം കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ്, പഠിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇത് ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് പഠിച്ചു പോകാം. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. വൺ ക്ലിക്ക് PSC എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ അംഗമാകാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതേപോലെ നോട്ട്സ് നിങ്ങൾക്ക് അടുത്ത ദിവസം മുതൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ നോട്ട്സ് നിങ്ങൾ അത് നോക്കിയിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാണ്ട്, അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും അതും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഏത് ക്ലാസ്സാണ് വേണ്ടതെന്നുള്ളതും താഴെ എന്ത് ചെയ്യുക, ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.